നിങ്ങളൊരു ചാട്ട് ലവറാണോ? ബേൽപൂരിയൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമൊക്കെയാണ്, പക്ഷെ പുറത്തുനിന്ന് കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ നല്ലൊരു ഓപ്ഷൻ. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബേൽപൂരി വാങ്ങി വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കിയാലോ? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഹൽദിറാമിൻ്റെ ബേൽപൂരി ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് വെച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു റിസ്ക്കോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടോ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ നമുക്ക് ഒരു സേവിൻ്റെ പാക്കറ്റ് കിട്ടും. അതുപോലെ 3 തരത്തിലുള്ള സോസുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ ബേൽപൂരിയുടെ സംഭവങ്ങളൊക്കെ കിട്ടും. ഞാനിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ നല്ല കട്ടിക്കുള്ള തട്ട അല്ലെങ്കിൽ ഭൂരി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയാണ് നമുക്കിത് കിട്ടുന്നത്. ഞാനിത് പകുതി മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ കറക്റ്റ് ഒരു ഹാഫ് പോർഷൻ ആക്കിയിട്ട് എടുക്കട്ടെ. ഞാനിവിടെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഈ ഒരു കട്ടിപ്പൂരി അല്ലെങ്കിൽ തട്ട എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു എക്സ്ട്രാ പാക്കറ്റ് സേവ് ഉള്ളതും നമ്മളിത് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അതായത് സോസൊക്കെ ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ലാതെ നമ്മൾ പുറത്തുനിന്നൊക്കെ ബേൽപൂരി കഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെജീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞതും അതുപോലെ കുറച്ച് മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം കൂടി. ഇനി വീണ്ടും നമ്മുടെ ബേൽപൂരി ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മളിവിടെ 3 സോസസ് എടുത്ത് വെച്ചിരുന്നു, അതും കൂടെ പൊട്ടിച്ചൊഴിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പകുതിയാണ് എടുത്തേക്കുന്നത് ഈ ഒരു മിക്സ്. അതുകൊണ്ട് തന്നെ എല്ലാ സോസിൻ്റെയും പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 സോസാണുള്ളത്, അത് 3 നമുക്ക് പകുതിശ് ഒഴിച്ചു കൊടുക്കാം. സോസ് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കുറച്ചധികം വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസ് ഒക്കെ അകത്താക്കിക്കോളും. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേൽപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കൂ കേട്ടോ.